വേനൽ ചൂടിൽ ചുട്ടുപൊള്ളി കേരളം. വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളും യെല്ലോ അലർട്ടുണ്ട്. പാലക്കാട് താപനില 40 ഡിഗ്രിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് നാളെ മുതൽ 22 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പ്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയതോടെ നിയന്ത്രണത്തിലേക്ക് കടക്കാനാണ് KSEBയുടെ തീരുമാനം. ഷാരിഖ് നവാസ് പാലക്കാട് നിന്നും വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് പാലക്കാട് ഷാരിഖിലേക്കാണ്. ഷാരിഖ്, വെരി ഗുഡ് മോർണിംഗ്. പാലക്കാടൊക്കെ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. അപ്പോൾ ഒരു പ്രതിചക്രവാതം ഉണ്ടെന്ന് പറയുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ സമയത്ത് ലഭിക്കേണ്ട ഒരു മഴയില്ലാത്തതും ഈ ചൂടിന് ഇത്രയും കാഠിന്യമെന്ന് മനസ്സിലാക്കുന്നു. പാലക്കാട്ടെ ഒരു അവസ്ഥ എന്താണ് ഷാരിഖ്? ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കോട്ട മൈതാനത്താണ്. ഈ കോട്ട മൈതാനത്താണ് ഈ പാലക്കാട് നഗരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് കോട്ട മൈതാനം. വേറെ നഗരത്തിൽ മറ്റു ഭാഗങ്ങളിലൊന്നും മരങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും അത്യുഷ്ണമാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ 40.1 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ വലിയ ഹൈ ചൂട്, അതായത് റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം വീണ്ടും ഇന്നലെ 40.1 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടി രേഖപ്പെടുത്തി. പാലക്കാട് ചൂട് എന്ന് പറഞ്ഞാൽ കനത്ത ചൂടാണ്, സഹിക്കാനാവാത്ത ചൂടാണ്. രാവിലെ മുതൽ തന്നെ, അതായത് രാവിലെ ഒരു 7 മണി മുതൽ തന്നെ അത്യുഷ്ണമാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ രാത്രിയിലും ഇതൊട്ടും കുറവില്ല. ആളുകൾ വലിയൊരു പ്രതിസന്ധിയിൽ ആയി മാറുകയാണ്. കാരണം ഫാനോ AC പോലും ഇപ്പോൾ അത്തരത്തിൽ അതുപോലും പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഹ്യൂമിഡിറ്റിയും കൂടുതലാണ്. അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ചൂട് കാലത്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന കോട്ട മൈതാനത്ത് ആളുകൾ ചേരുന്നുണ്ട് നമുക്കപ്പം. ചേട്ടാ, അപ്പോൾ പാലക്കാട് വലിയ ചൂടാണ്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഭയങ്കര പുഴുക്കം, ചൂടും വിയർത്ത് കുളിക്കുക ഇങ്ങനെ ഇതായിട്ട്. പിന്നെ ഒരു സൂര്യോണ്ട് കുത്തണമാതിരി മേത്തൊക്കെ വിയർത്ത് കഴിഞ്ഞാൽ ഒട്ടുക മേലൊക്കെ. ഒരു പ്രത്യേക ഇത് അനുഭവം. ഇപ്പോൾ 42 എന്ന് പറഞ്ഞ ചൂട് എപ്പോഴും ചൂട്. വൈകുന്നേരം കിടക്കാനും പറ്റില്ല, ഫാൻ ഇടാൻ പറ്റില്ല, കറണ്ടിൻ്റെ മറ്റത് പറഞ്ഞ് കറണ്ട് ഏറ്റവും അധികം ചിലവ് കൂടില്ലെന്ന് പറഞ്ഞു ഈ മാസം. എങ്ങനെ ജീവിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കാര്യം. കുളി കഴിഞ്ഞാൽ അപ്പോൾ വിയർത്ത് കുളിക്കണ്, പിന്നെ തോർത്തണം. അങ്ങനത്തെ ഒരു ഗതികേടുള്ള ഇത്. ഹാഷ്മി, ആളുകൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളും മുൻപ് ഇത് പറഞ്ഞിരുന്നു, ഈ കുളി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ പോലും വയർത്ത് കുളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. ചേട്ടാ, എങ്ങനെയുണ്ട് പാലക്കാടത്തെ ചൂട്? തൊഴിലൊക്കെ ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ഷൻ വർക്കാണ്, പണിക്കാരെ കിട്ടുന്നില്ല, വരുന്നില്ല. ഞങ്ങൾക്ക് ചൂട് താങ്ങുന്നില്ല. കാലത്ത് നേരത്തെ ചെയ്യാമെന്ന് പറഞ്ഞാലും അതിനോട് നേരത്തെ എത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ വർക്കുകളൊക്കെ ബ്ലോക്കായി നിൽക്കുകയാണ്. കരിങ്കലിൻ്റെ വർക്കുകളാണ്. അതിന് ചൂട് കാരണം പണിക്ക് ആൾ കിട്ടുന്നില്ല. കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതായത് അവർക്ക് തൊഴിലാളികൾ പോലും ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. കാരണം ചൂട് കാരണം ആരും തൊഴിലിലേക്ക് വരുന്നില്ല. അത്തരത്തിൽ തൊഴിൽ പോലും ഒരു ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. നമ്മൾ നിൽക്കുന്നത് ഒരു മിൽമയുടെ മുന്നിലാണ്. ചായ കുടിക്കാൻ ഇത്രയും ചൂടായിട്ടും പാലക്കാട് എപ്പോഴും ഒരു ട്രോൾ പേജിലൊക്കെ വരാറുണ്ട്. ഈ ട്രോളായിട്ടും റീൽസായിട്ടും വരാറുണ്ട്. എത്ര ചൂടാണെങ്കിലും പാലക്കാട്ടുകാർ ചായ എന്തായാലും മിസ്സാക്കാറില്ല, ചായ എന്തായാലും കുടിക്കാറുണ്ട്. ചേട്ടാ, വലിയ ചൂടാണ് പാലക്കാട് അനുഭവപ്പെടുന്നത്. വെള്ളം ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ കുപ്പിയിൽ. എങ്ങനെയുണ്ട് ചൂടേട്ടാ? ലോട്ടറി കച്ചവടം നടക്കുന്നുണ്ടോ? ലോട്ടറി കച്ചവടം എനിക്ക്. അപ്പോൾ ഒരു വയസ്സായ ആളുണ്ട്, അയാൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ. ചൂട് എങ്ങനെ ഇത് ലോട്ടറി കച്ചവടം തടസ്സാകുന്നുണ്ട്? അയ്യോ, ഭയങ്കര ചൂട്. തലയൊക്കെ വന്നാലും ചൊറിയണം. ഭയങ്കര പ്രശ്നമാണ്. നടന്നു വെക്കണവരുടെ കഥ ഭയങ്കരമാണ്. ഹാഷ്മി, ക്രിസ്റ്റീന, അത്തരത്തിൽ ആളുകൾ അതാണ് പറയുന്നത്. ഇപ്പോൾ ചേട്ടാ, ചായയൊക്കെയാണ് കുടിക്കുന്നത്, വലിയ ചൂടാണ്. എങ്ങനെയാണ് ചൂട്? ഭയങ്കര കൂടുതലല്ലേ. രാത്രിയിലും വലിയ അത്യുഷ്ണമാണ് അനുഭവപ്പെടുന്നത്. എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? ബുദ്ധിമുട്ടാണോ? ഹാഷ്മി, ക്രിസ്റ്റീന, അതാണ് ആളുകൾ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ വലിയ ചൂടാണ്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. അത്തരത്തിൽ വലിയ ചൂടാണ് പാലക്കാട് അനുഭവപ്പെടുന്നത്. രാത്രിയിലും സമാനമായ അവസ്ഥയാണ്. ആരോഗ്യവകുപ്പ് കർശനമായ നിർദ്ദേശങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. കാരണം ഇതൊന്നും പക്ഷേ പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം 11 മണി മുതൽ 3 മണി വരെ അത്യാവശ്യമല്ലാത്ത ഒരു യാത്രകളും നടത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ സൂര്യാതപം ഏൽക്കാൻ സാധ്യത ഏറെയാണ്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദാഹം തോന്നിയില്ലെങ്കിൽ കൂടെ ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം കുടിക്കുമ്പോൾ, കാരണം എവിടെന്നെങ്കിലും കിട്ടുന്ന വെള്ളം കുടിക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം ഈ സമയത്താണ് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളും വരാൻ ഏറെ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇളനീർ വെള്ളം. അത്തരത്തിൽ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന കൊടുംചൂടാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവരുടെ ബൈറ്റുകളിൽ നിന്ന് തന്നെ ഈ പുഴുക്ക് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പൊള്ളുന്ന പോലെ ദേഹം വേർത്തൊഴുകുക, ഹ്യൂമിഡിറ്റി പുഴുങ്ങുക എന്ന് പറയുന്ന അവസ്ഥ. പുഴുങ്ങുക തന്നെ കപ്പയൊക്കെ പുഴുങ്ങുന്നില്ല, അതുപോലെ പുഴുങ്ങപ്പെടുക നമ്മൾ എന്നാണ് പറയുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.